ഡൽഹിയിൽ പ്രശാന്ത് വിഹാർ മേഖലയിൽ സ്ഫോടനം. PVR സിനിമാ തിയേറ്ററിന് സമീപമാണ് സ്ഫോടനം ഉണ്ടായത്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. ഉച്ചയോടെയാണ് ഡൽഹിയിൽ പ്രശാന്ത് വിഹാർ മേഖലയിൽ സ്ഫോടനം ഉണ്ടായത്. PVR സിനിമാ തിയേറ്ററിന് സമീപം സ്ഫോടനം ഉണ്ടാവുകയായിരുന്നു. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. സ്ഥലത്ത് നിന്ന് വെള്ള നിറത്തിലുള്ള പൊടി അടക്കം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഏത് തരത്തിലുള്ള സ്ഫോടനമാണ്, ഈ സ്ഫോടനത്തിന് പിന്നിൽ എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് വരികയാണ്. സംഭവത്തിൽ ദേശീയ സുരക്ഷാ ഏജൻസി അടക്കം ദേശീയ അന്വേഷണ ഏജൻസി അടക്കം അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഉച്ചയോടുകൂടിയാണ് ഡൽഹിയിൽ പ്രശാന്ത് വിഹാർ മേഖലയിൽ സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. PVR സിനിമാ തിയേറ്ററിന് സമീപമാണ് സ്ഫോടനം ഉണ്ടായത്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, എപ്പോഴായിരുന്നു സ്ഫോടനം? ഈ സ്ഫോടനത്തിന് പിന്നിൽ കാരണം അതെന്തെങ്കിലും വ്യക്തമായിട്ടുണ്ടോ? സ്ഫോടനം നടന്ന സ്ഥലത്ത് ഇപ്പോൾ NSG സംഘം വിശദമായ പരിശോധന നടത്തുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. NSGയുടെ ബോംബ് സ്ക്വാഡും ഒപ്പം ഫോറൻസിക് വിഭാഗവും സംഭവ സ്ഥലത്ത് വിശദമായ പരിശോധന നടത്തുകയാണ്. കേന്ദ്ര ഏജൻസികളുടെ NIA ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ ഉന്നത ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ പ്രശാന്ത് വിഹാറിൽ PVR സിനിമാസിന് സമീപം ഒപ്പം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് കാര്യാലയത്തിന് സമീപത്താണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. 11:30 കൂടിയാണ് സ്ഫോടനം ഉണ്ടായത് എന്നുള്ളതാണ് അന്വേഷണ ഏജൻസികളുടെ നിഗമനം. കൃത്യം 11:48 പ്രശാന്ത് വിഹാറിൽ PVR സിനിമാസിന് സമീപം സ്ഫോടനം നടന്നു എന്ന ഫോൺ കോൾ ഫയർഫോഴ്സിന് ലഭിച്ചത്. ആദ്യം ഫയർഫോഴ്സ് ആണ് സംഭവ സ്ഥലത്തേക്ക് എത്തിയത്. പിന്നീട് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലും NSGയും ഫോറൻസിക് വിഭാഗവും ബോംബ് സ്ക്വാഡും NIA ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളും സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. വിശദമായ പരിശോധന മേഖലയിൽ തുടരുകയാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്താണ് സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. ഈ സ്ഥലം PVR സിനിമാസിനും ഒപ്പം നോർത്ത് പോലീസിന്റെ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിന് സമീപമാണ് ഈ സ്ഥലമുള്ളത്. കൂടാതെ തൊട്ടടുത്ത് പാർക്കാണുള്ളത്. ആ പാർക്കിൽ വലിയ രീതിയിൽ സ്കൂൾ 12 മണിക്ക് ശേഷമാണെങ്കിൽ പാർക്കിൽ സ്കൂൾ വിടുന്ന സമയമാണ്. വലിയ രീതിയിൽ കുട്ടികൾ എത്തുന്ന സ്ഥലമാണ്. അതിന് സമീപമാണ്, ഇത്രയും ആളുകൾ ഉള്ള സ്ഥലത്താണ് ഇത്തരത്തിലൊരു സ്ഫോടനം നടത്തിയത്. നിലവിൽ ലഭ്യമാകുന്ന വിവരപ്രകാരം രാസവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ള വീര്യം കുറഞ്ഞ സ്ഫോടനമാണ് നടന്നത് എന്നുള്ളതാണ് അന്വേഷണ ഏജൻസികളുടെ നിഗമനം. അത് സംബന്ധിച്ചൊരു പ്രതികരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് മാധ്യമങ്ങളോട് ഉടൻ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ പ്രതികരണം തേടിയപ്പോഴും ഈ അന്വേഷണം, ഈ പരിശോധനകൾക്ക് ശേഷം പ്രതികരിക്കാം എന്നുള്ളതാണ് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ മനസ്സിലാക്കുന്നത് വീര്യം കുറഞ്ഞ സ്ഫോടനമാണ് നടന്നിട്ടുള്ളത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ആരാണ് ഈ സ്ഫോടനം നടത്തിയത് എന്നത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തി വരികയാണ്. നിലവിൽ നമുക്ക് മുൻപിൽ ആരാണ് സ്ഫോടനം നടത്തിയതെന്നോ ഏത് രീതിയിലുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് എന്ത് സ്ഫോടനമാണ് നടത്തിയതോ എന്നത് സംബന്ധിച്ച് സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങളൊന്നും തന്നെയില്ല. പക്ഷേ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ഈ സ്ഫോടനം നടന്നതിന് തൊട്ട് സമീപം, ഈ ഒരു പാർക്കിന് തൊട്ട് സമീപം ഓട്ടോറിക്ഷ നിർത്തിയിട്ടിരുന്നു. ആ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന ഒരാൾക്ക് ചെവിക്ക് താഴെയായി സാരമായ പരിക്കേറ്റിട്ടുണ്ട്. അയാളെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അതായത് സ്ഫോടനത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. മറ്റ് ആളപായമോ മറ്റ് കാര്യമായ അപകടങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. പക്ഷേ ഏറെ ഗൗരവത്തോടു കൂടിയാണ് ഈ ഒരു സ്ഫോടനത്തെ കേന്ദ്ര ഏജൻസികൾ നോക്കിക്കാണുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതേ മേഖലയിൽ പ്രശാന്ത് വിഹാറിലാണ്, ഇവിടെ നിന്ന് 1 കിലോമീറ്റർ അകലെ മാത്രം CRPF സ്കൂളിന് സമീപം ഒക്ടോബർ 20 സ്ഫോടനം നടന്നത്. അന്നും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ പോലും മറ്റ് സ്വാഭാവികമായി ഉണ്ടായ സ്ഫോടനം, ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചോ അല്ലെങ്കിൽ അത്തരത്തിൽ സ്വാഭാവികമായ ഏതെങ്കിലും തരത്തിലുള്ള സ്ഫോടനമോ അപകടത്തിനോ അപ്പുറത്തേക്ക് വളരെ കൃത്യമായി രാസവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്ഫോടനമാണ് CRPF സ്കൂളിന് സമീപവും നടന്നത് എന്ന് അന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. അതിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് പ്രശാന്ത് വിഹാറിൽ ഇവിടെ PVR സിനിമാസിനും ഒപ്പം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ കാര്യാലയത്തിനും തൊട്ട് സമീപം ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ ഏജൻസികൾ ഇത്ര ഗൗരവത്തോടു കൂടി ഈ വിഷയത്തെ എടുത്തിട്ടുള്ളത്. NIA ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെയും ഉന്നത ഉദ്യോഗസ്ഥർ, ഫോറൻസിക് വിഭാഗം, ബോംബ് സ്ക്വാഡ്, NSG, ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ, ഫയർഫോഴ്സ് തുടങ്ങിയവരെല്ലാം തന്നെ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയങ്ങൾക്ക് മുൻപ് ഡൽഹി
മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവും BJP നേതാവും ഇവിടെ എത്തിയിരുന്നു. അവർ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടിരുന്നു. അന്വേഷണം നടക്കുകയാണ്. മറ്റാർക്കും പരിക്കേറ്റിട്ടില്ല എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ദൃക്സാക്ഷികളും നേരത്തെ നമ്മോട് സംസാരിച്ചിരുന്നു. അവർ വ്യക്തമാക്കിയത് വലിയ സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടു, പുകയുയരുന്നത് കണ്ടു, വലിയ സ്ഫോടനമാണ് നടന്നത്. ഭാഗ്യത്തിനാണ് കുട്ടികൾ സ്കൂൾ വിടുന്നതിന് മുൻപ് 12 മണിക്ക് മുൻപ് സ്ഫോടനം നടന്നത്. അതല്ലെങ്കിൽ പാർക്കിൽ നിറയെ കുട്ടികൾ ഉണ്ടാകുമായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ നമ്മോട് വ്യക്തമാക്കിയത്. ഏതായാലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ NSTയുടെ പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വിശദമായ പരിശോധന ഏത് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചാണ് സ്ഫോടനം നടന്നത് എന്ന് സംബന്ധിച്ച് വിശദമായ പരിശോധന നടക്കുകയാണ്. നിഖിൽ. ശരി ജിഷ്ണു, ഡൽഹിയിൽ പ്രശാന്ത് വിഹാർ മേഖലയിൽ സ്ഫോടനം ഉണ്ടായിരിക്കുകയാണ്. PVR സിനിമാ തിയേറ്ററിന് സമീപമാണ് സ്ഫോടനം ഉണ്ടായത്. സംഭവ സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.